കാരണം അട്ടികളാണ്. അട്ടി വെച്ചിട്ട് നമ്മൾ പണ്ട് ലേലങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ വിളിച്ചിങ്ങനെ പറയാണ് ഇത്ര ഓരോരോ കെട്ട് വെച്ച് മൊത്തം ഇവിടെ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യും. എങ്ങനെ കൂട്ടിയിട്ട് കുറച്ചിട്ട് 5000 കോടി എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാവില്ല. ഈ ഗോൾഡിന്റെ സംഭവം അത് ഭീകരമാണ്, ചിന്തിക്കുന്ന പോലൊന്നല്ല. ഒരു ലിറ്ററൽ ഫാമിലി ഇല്ലാണ്ടാക്കാൻ ഒറ്റ സംഭവം നമ്മൾ അതിന്റെ പ്രതി ഭയാനക ഇതാ സംഭവിക്കുന്നത്. അല്ല കിട്ടിയതിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മളീ പറഞ്ഞ് എന്റെ ടേംസ് എന്ത് യൂസ് ചെയ്തത് ഒരു കമോഡിറ്റി സെയിൽ ചെയ്യാം. Hey, welcome back to another episode of Weekend Podcast. So, ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് അഫീഫ്, നഹിയാൻ, സൽമാൻ. അത് മതിയടാ, അസീൽ. പുതിയ ആളായതുകൊണ്ടുള്ള ചെറിയ ദയവായി പരിഗണിക്കാം. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള, നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള വിഷയമാണ്. സോ ഇപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നേരെ സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അംബാനിന്റെ മോന്റെ കല്യാണം കാണാതിരിക്കാൻ കഴിയില്ല. എവിടെ നോക്കിയാലും അംബാനിന്റെ മോന്റെ കല്യാണമാണ്. എന്തിനാ ഏറെ പറയുന്നത്, ജിയോന്റെ താരിഫ് പ്ലാന്റെ പൈസ വരെ, അത് വെച്ച് കോമഡി വരെ ഉണ്ട്. അംബാനി കല്യാണത്തിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പൈസ കൂട്ടി കൊടുത്തുകൊണ്ട് കുറെ ആൾക്കാർ ഒരു വർഷത്തിൽ റീചാർജ് ചെയ്തു. ആ പൈസ ഒക്കെ പറ്റിയില്ലായതുകൊണ്ട് കല്യാണത്തിനുള്ള ചെലവ് അതുകൊണ്ട് നടന്നു പോകുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സോ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഇപ്പൊ ഇത് ഞങ്ങള് അമ്മേന്റെ കല്യാണം ചർച്ച ചെയ്യുന്ന സമയത്ത് പല പല ഡിസ്കഷൻസാണ്. ഇപ്പൊ ആക്ടേഴ്സിനെ ബസ്സിൽ കൊണ്ടുപോയതിൽ തുടങ്ങി എന്തൊക്കെയായിരിക്കും അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവുക, ഇതിലപ്പുറത്ത് അവസാനം ബജറ്റ് എന്തോ ഉണ്ട്, ഇത് കറക്റ്റ് ആണോ, ഇത് ശരിക്കുള്ള കണക്കാണോ എന്നൊന്നും അറിയില്ല. 5000 കോടിയാണ് ചെലവഴിച്ചിട്ട് പറയുന്നത്. സോ നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, 5000 കോടി എവിടെ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യും, എങ്ങനെ കൂട്ടിയിട്ട് കുറച്ചിട്ട് 5000 കോടി എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാവില്ല. ഇപ്പൊ വരുന്നിടത്തേക്ക് ഓരോരുത്തർക്ക് 1 കോടി വെച്ച് കൊടുത്തിട്ട് ഇന്നാലും ആവുള്ളൂ തോന്നുന്നുണ്ട്. അല്ല, ഈ അമ്മാന്റെ കല്യാണത്തിന്റെ അതിലൊരു കൗതുകമായിട്ടുള്ള സംഭവം എല്ലാവരും പറഞ്ഞിരുന്നത്, ഈ കല്യാണത്തിന് ഈ അമ്പാൻ അല്ലെങ്കിൽ മാത്രമല്ല എല്ലാവരും കല്യാണത്തിനാണ് കൂടുതലായിട്ട് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് വെച്ചാല് ഭയങ്കര ഹൈലി പ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈലി പ്രൈസ് ആയിട്ടുള്ള ഈ സാധനം ഗിഫ്റ്റ് കൊടുക്കുക സ്വന്തം കല്യാണത്തിനാണ്. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ അന്വേഷണം ഉദ്ദേശിച്ചു കഴിഞ്ഞാല്, നമ്മൾ അങ്ങനെ കൊടുക്കുന്ന കല്യാണം വെഡിങ്ങിന് കിട്ടുന്ന ഗിഫ്റ്റുകൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടാക്സിന് എന്തോ ലിമിറ്റേഷൻസ് എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ 50% ടാക്സ് കൊടുക്കണം. അപ്പൊ ഈ കല്യാണം എന്താ പറയാ ചെലവാക്കാൻ കൂടി ഇവ വലിയ വലിയ പണക്കാർക്ക് അത് ഗ്രിട്ടേ കിട്ടുന്ന പരിപാടിയാണ് തോന്നിപ്പിടിക്കേണ്ട കാര്യമാണ്. ഇത് നഷ്ടക്കച്ചവടം മാത്രമല്ല, ബാക്കി എല്ലാത്തിനും ലക്ഷറി ടാക്സ് കൊടുക്കണം. ഇതിന് മാത്രം ലക്ഷറി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് എവിടെ നമ്മൾ ഒരുപാട് റീല് കാണല്ലേ, അംബാനി കല്യാണം മാറ്റി നിർത്തിയാൽ പോലും. ഇപ്പൊ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കുറെ റീൽസിൽ വലിയൊരു തട്ട് വെക്കും മുന്നിൽ, ആ തട്ട് വെച്ചിട്ട് പൈസന്റെ എത്ര കണക്കാനുള്ള അട്ടികളാണ്. അട്ടി വെച്ചിട്ട് നമ്മൾ പണ്ട് ലേലങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ വിളിച്ചിങ്ങനെ പറയാണ് ഇത്ര ഓരോരോ കെട്ട് വെച്ച് മൊത്തം വെച്ച് കഴിഞ്ഞിട്ട് ഇത്ര കോടി രൂപ, പിന്നെ ഇത്ര പവൻ സ്വർണം, പവനല്ല കിലോ കണക്കിനാ വരാം, ഇത്ര കിലോ സ്വർണത്തിന്റെ കട്ടി, ഇത്ര കിലോ സ്വർണം, ഒരു കാറെല്ലാം നിൽക്കൂല, 2-3 കാറ്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിട്ട് ഒരു വിളിയുണ്ട്, 1 വട്ടം 2 വട്ടം ഹിന്ദിയിലായോണ്ട് കറക്റ്റ് മനസ്സിലായില്ല, ഒരു വിളിയുണ്ട്. പക്ഷെ ഇതൊക്കെ റീലിൽ പ്രചരിപ്പിച്ച് നടക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഡൗറി നിരോധിച്ച്, ഡൗറി ബാൻഡാണ്. ഇപ്പം ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഒരു അമ്പായിന്റെ കല്യാണത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം വരികയാണെങ്കിൽ നമ്മളതായിട്ടുള്ള ആർഭാടുകൾ പറയുമ്പോൾ തന്നെ ഇവർക്കത് ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു ഇടുന്ന പോലെ ഉള്ളൂ. കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ദൂരത്തല്ലേ 5000 കോടി എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഇതൊക്കെ കണി ന്യൂസ് കണ്ട എല്ലാവരും കണ്ട വേറെ ന്യൂസ് ആയിരിക്കും. അമ്പാന്റെ കയ്യിലുള്ള ആ ഒരു അയാളുടെ വാല്യൂന്റെ 0.01%, 5% എന്തുമാണ് അയാള് സ്പെൻഡ് ചെയ്യുന്നത്, ഒരു വലിയ കാര്യമല്ല. സോ ജസ്റ്റ് ഓബിയസ്ലി ഒരു അത്രയും വലിയൊരു റിച്ച് വെൽത്ത് ഉണ്ടാവുമ്പോ
ബേസിക്കലി കല്യാണത്തിന് അവരുടെ ആ പോസ്റ്റ് അവരെ ആ ഒരു സെലിബ്രേഷൻ അവരുടേതായ രീതിയിലായിരിക്കും അവരങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. ഇതേ പ്രായത്തിൽ 5,000 കോടി 0.5% അവർക്ക് ഭയങ്കര ഡീസന്റ് ഒരു എമൗണ്ട് ആണ്. അവർക്ക് ചെറിയൊരു ഭാഗ്യമുള്ളവരില്ല, അപ്പൊ അവര് സ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെ അനുകരിക്കാൻ പോകുമ്പോഴാണ് ചക്രപ്പുള്ള ആൾക്കാർ ഇവിടെ കുറവായിരുന്നു. അല്ല, ഇത് ഞാൻ പറയാം, ഇത് നമ്മൾ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇപ്പൊ ഈ റീൽസിന്റെ ട്രെൻഡിങ് ആയ സമയത്ത് ഈ മുട്ടായി കൊടുക്കുന്ന ചടങ്ങ് അത് ചടങ്ങാക്കിയിട്ടപ്പോ നടത്തുന്നത്. അതായത് 10-12 പേര് ഓരോ കെട്ടിൽ മുട്ടായി കൊണ്ടുപോയിട്ട് 10-12 എല്ലാവർക്കും ഓരോ എന്നിട്ട് അതിപ്പോ ഒരു 2-3 വർഷം മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്തു. വലിയ അതൊക്കെ ഒരു വാരതിയുണ്ട്, വലിയൊരു ഭയങ്കര വെയിറ്റേജ് കുറെ വലിയ പാക്കേഡ് മുട്ടായി വെച്ചിട്ട് കൊടുക്കുന്ന സാധനം. ഒരു നമ്പർ എണ്ണായി, അതായത് ഓരോരുത്തർക്കും ഓരോ സാധനം കഴിക്കില്ല. അപ്പം ഇത് വന്നൊരു കല്യാണത്തിന് ഒരു സാധാരണ ഒരാൾ നടത്തുന്ന ഒരു കല്യാണത്തിന് ഒരു നിക്കാഹിന്റെ ചെലവ് വരുന്നു തോന്നുന്നു. ഈ ഒരു എക്സ്പെൻസ് കാണുമ്പോൾ നല്ല എക്സ്പെൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു നോർത്തിൽ നമ്മൾ പറഞ്ഞു ഓരോ സാധനങ്ങളുണ്ട്. നമ്മൾ പൊതുവെ ഓരോ കാര്യം പറയുമ്പോഴും നമ്മളിപ്പോ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മള് പൊതുവെ റീല് കാണുമ്പോൾ ചെയ്യുന്നുണ്ട്, നോർത്ത് അപ്പോ മേ ബി നമ്മള് ഒന്ന് കുറച്ച് അടുത്തേക്ക് വെച്ചിട്ട് നമ്മള് ഇന്ന സർക്കിളിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല ഫോർമാറ്റും കാണാറുണ്ട്. കറക്റ്റ് അതേ രീതിയിൽ അല്ലെങ്കിൽ പോലും അതിന്റെ വേറെ വേറെ രൂപങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞ പോലെ ഈ സംഭവമൊക്കെ മിഠായി കൊടുക്കലായാലും അമ്മക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ചില സാധനങ്ങൾ എന്തിനാ ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ പറയല്ലേ ലോജിക്കലി ഇപ്പോ ഇതിനൊരു മീനിങ് ആണ്. എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇല്ലാത്തവൻ അത് അനുകരിക്കുമ്പോൾ വേറെ കോമഡിയാണ്. മുട്ടായി വേറെ പ്രശ്നമുണ്ട്. ഇതിന്റെ പേര് മുട്ടായി കൊടുക്കൽ എന്ന് പറയാൻ പറ്റുമെന്നൊരു സംശയമാണ്. ഇത് ഐഫോണാണ് മെയിൻ വന്ന് ഇതിന് ആ ഷേപ്പ് മാറി മാറി ഇപ്പൊ ഒരു ഫേസ് പോലെ ഒരാള് ഒരു മാരേജ് നടക്കണമെങ്കിൽ അതിന് ഇനീഷ്യൽ ഫേസിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തോളാം. അപ്പോ ഇത് പല രീതിയിൽ ഫോഴ്സ്ഡ് ആവാം. അപ്പോ ഫൈനാൻഷ്യലി അത്ര ഇപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, അതൊക്കെ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് അവരിഷ്ടമാണ്. ഒരാൾക്ക് ഓക്കെ ഒരു പുതിയ ബന്ധം സ്റ്റാർട്ട് ചെയ്യണം, ഒരു മുട്ടായി മധുരം കൊടുത്തോളാം. ബേസിക് കോൺസെപ്റ്റ് ആണ്. അതിൽ ഈ സാധനം മധുരം കൊടുക്കുക. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ജസ്റ്റ് ഒരു മധുരം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ലഡു കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള സാധനം മാറി അതിന് വേറെ ഇതിനൊരു മാർക്കറ്റ് തന്നെ ഉണ്ടായി. ഇപ്പൊ ഈ നട്ട്സ് വെക്കുന്ന അല്ലെങ്കിൽ ഈ ഫോറിൻ മിഠായിസ് വെക്കുന്ന സ്റ്റോറുകൾ മലബാർ ഏരിയയിൽ കുറെ സ്റ്റോറുകൾ കിടന്നു. അതിന് ഏറ്റവും അടുത്ത ഇതിന് മാർക്കറ്റ് തന്നെ ബിൽഡ് ചെയ്ത് വന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു പൊതുവെ ഞാൻ പറഞ്ഞ പോലെ നാട്ടിലെ എന്താ പറയാ ഒരു അതായത് ആളുകളെ ഒരു ഇത് ഈ സംഭവം ചെയ്തില്ലെങ്കിൽ മോശമാണ്, ഒരു ഇല്ലാത്ത ആളുകളാണ് ചിത്രീകരണം വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സംഭവിച്ചിരിക്കുമ്പോൾ നമ്മള് പറയുമ്പോ ഒരു പെൺകുട്ടിയോ ഒരാണോ ഇപ്പൊ അങ്ങോട്ടും പെൺകുട്ടിയാണല്ലോ കല്യാണം ചെയ്യുന്നുണ്ടോ ഒരു മെയിലും. അപ്പൊ അങ്ങനെ മാരേജ് നടക്കുന്ന സമയത്ത് ഇവര് ഇപ്പൊ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും മറ്റാൾക്ക് അതിനോട് ഓക്കെ ആയിരിക്കും. ഡയറക്ട്ലി ഓക്കെ ആണെങ്കിലും പാർഷ്യലി അവരതിനോട് അത്ര ഓക്കെ ആവും. കാരണം അവരതിന് ഓക്കെ ആയാലും കുറെ എക്സ്റ്റേണൽ ആൾക്കാർ ചോദിക്കും മിഠായി കൊടുന്നെങ്കിൽ തന്നെ അല്ലടാ നമ്മുടെ നാട്ടില് നമ്മുടെ കല്യാണം എന്ന് പറയുന്ന ആ രണ്ട് ഇൻഡിവിജ്വലിന്റെ മാത്രം അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നല്ല. ആ രണ്ട് പല സ്ഥലങ്ങളിലും ഒരു വഴിയില്ല. ആരും നിർത്തി ഞങ്ങൾ നടത്തി തരാനുള്ള ഒരു ലൈനാണ് മൊത്തത്തില്. അങ്ങനെയാണ് പറഞ്ഞ കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ അവരുടെ ഫോഴ്സ്ഡ് ആയി പോകണം. ഇപ്പൊ നമ്മൾ തന്നെ ഈ ടോപ്പിക് ചെയ്യണം, ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചില ആശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളത് കംപ്ലീറ്റ്ലി നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളൊരു സോഷ്യൽ ജീവിയാണ്, നമുക്കൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ ചില സൊസൈറ്റി ഇമ്പോസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവും. അത് ചെയ്തിരിക്കുന്ന ആണെന്ന് ശരിക്കും പുറത്താവും. അത് ലിറ്ററലി എനിക്കെപ്പോഴും ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നാളെ ഇപ്പൊ ഒരു സ്റ്റേജിൽ നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അത് നമ്മൾ വളർന്ന് പല പല സംഭവങ്ങൾ പഠിച്ചു വരുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, ഓക്കെ ഇത് ശരിയല്ല, ഇത് ശരിയാണ്, ഇതിനൊരു റീസണബിൾ ആയിട്ടുള്ള ആൻസർ എനിക്ക് ആരും തന്നിട്ടില്ല, ആൻസർ എനിക്ക് ആരും തന്നിട്ടില്ല. സോ ഇത് ശരിയല്ല ഞാൻ തീരുമാനിച്ചാലും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലീഗലി അതിന്
ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കാം. പക്ഷെ മെന്റലി അത് അത്ര പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അത് ഈ സൊസൈറ്റിയിൽ അത് പോസിബിൾ അല്ല. കാരണം നമ്മൾ 4 ഭാഗത്ത് കാണുന്ന മുഖങ്ങൾ അല്ല ഇതിപ്പോ ഇതിന്റെ ഈ കല്യാണത്തിന്റെ ഒരു ഫോറാണെങ്കിൽ പൊതുവേ നമ്മൾ സംഭവിക്കുന്നത്, ഞാൻ അങ്ങനത്തുള്ള ഫോർ ആദ്യം നമ്മൾ കാണാൻ പോകും. അപ്പം അത് ചെറിയൊരു പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞ് മുട്ട കൊടുക്കാൻ പോകും. അത് കഴിഞ്ഞ് പിന്നെ നിശ്ചയം ഉണ്ടാവും. പിന്നെ എൻഗേജ്മെന്റ് ഉണ്ടാവും. അതിനൊക്കെ എൻഗേജ്മെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു കല്യാണം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം അങ്ങനെ പെട്ടെന്ന് കഴിയൂല. ഇതിന്റെ കോമൺ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് നമ്മുടെ ഇതിനനുസരിച്ച് സ്കെയിൽ ചെയ്യുന്നുള്ളതാണ്. ഇതൊരു ഷോ ഗെയിമാക്കി മാറ്റാന്നല്ല. ചില ആൾക്കാർ ചെയ്യുമ്പോൾ തോന്നുന്നത് നമ്മള് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിന് 2 ഓപ്പോസിഷൻ വരും. ചില ആൾക്കാർ പറയാം ഓക്കെ ഒരു ജീവിതത്തിൽ ഒരിക്കലും മാത്രം സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ കയ്യിൽ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ അധ്വാനിക്കുന്ന വെച്ചാൽ അപ്പൊ ഇത്ര സാലറി ഞങ്ങൾക്കുണ്ട്, ഇത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല, ഒരു 4 വീടിന്റെ അടുത്ത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അവരത് നടത്തുന്നു. ഒരുപാട് അപ്പുറത്ത് വേറൊരു സ്റ്റേജിലുള്ള ആൾക്കാർ ഇവരിത് നടത്തുന്നത് കൊണ്ട്, ഇവരിത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. ലോൺ എടുത്ത് നടത്തേണ്ട അവസ്ഥ വരും. പക്ഷെ അതിന് ഇവരെ തെറ്റു വരാൻ പറ്റില്ല. ഇവർ ആ ഫണ്ടിനോട് ചെയ്യുന്നു. ഒബ്വിയസ്ലി നമ്മൾ അധ്വാനിച്ചു, നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് കുറെ ഫണ്ട് ജനറേറ്റ് ചെയ്ത് അവരത് സ്പെൻഡ് ചെയ്യാനുള്ള ആസ്വദിക്കാനുള്ള അവകാശം ഒബ്വിയസ്ലി അവർക്ക് ചിന്തിക്കേണ്ടത് എല്ലാവരുമാണ്. നമ്മൾ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മാരേജ് ചെയ്യുന്നു, അത് എല്ലാവരും പറയുന്നു, ജസ്റ്റ് ഭക്ഷണം നൽകുന്നു, ഒരു ഇന്ത്യ അഭിപ്രായത്തിൽ എല്ലാവരും വിളിച്ച് അറിയിക്കുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചു, ഫുഡ് കൊടുക്കുന്നില്ല. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിന്റെ ബേസിക് കേസ്. അതിൽ ഇത് ഇങ്ങനെ കയറി അങ്ങനെ പോയതാണ്. ആരും ചിന്തിക്കുന്നില്ല, സത്യം. ഞാൻ കണ്ടോടത്തോളം എല്ലാവരും ഇത് ഇമിറ്റേറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നു അത് ഇമിറ്റേറ്റ് ചെയ്യും. നമ്മുടെ ന്യൂമറിക്കലി ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫൺ ഫാക്ട്, ക്യാഷ് ഉള്ളതിന്റെ 1%, 2% അല്ലെ അംബാനിന്റെ പോലത്തെ ഉള്ള ആൾക്കാരുടെ 0.1% ഒക്കെ ആണെങ്കിൽ ഇവരില്ലാത്തവൻ അത് ഈ ന്യൂമറിക്കലി ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അയാളുടെ മൊത്തം എത്തിന്റെ 50%-ലേക്കൊക്കെ പോവാണ്. ഇത് ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ ന്യൂമറിക്കലി ഇമിറ്റേറ്റ് ഇങ്ങനെയാണ് പറയുന്നത്. തോന്നുന്നു ആ ഒരു കമ്പാരിസൺ നടക്കാതെ അപ്പുറത്തെ ഓരോ മോനെ എത്ര ചെയ്തില്ല, ഞാൻ പറഞ്ഞു ഈ പരിപാടി ബിരിയാണി ചിക്കനും മന്തി തരും. നമ്മളൊരു ചോറ് എന്തെങ്കിലും മിനിമം ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോ അതിനൊക്കെ എന്തെങ്കിലും അപ്പൊ അത് ചെയ്യല്ല. അതിനൊക്കെ പറഞ്ഞു വരുമ്പോ ബേസിക് ഒരു പ്രശ്നമാണ് വരുന്നത്. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ള അവസാനം എത്തിപ്പെടതിലേക്കാണ്. വിചാരിക്കുന്നതിന്റെ പ്രശ്നമല്ല, ബാക്കിയുള്ളവരെക്കാട്ടിലും ഒരു പടി മുമ്പിൽ നിൽക്കുക എന്നുള്ളത് നമ്മള് പൊതുവെ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാ മത്സരബുദ്ധി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അതിന്റെ പല കോഴ്സില്ല. നമ്മള് അതിന്റെ ഒരു ഫിനാൻഷ്യൽ കാര്യം ഒരു ഡിസ്ട്രക്ഷൻ മൂഡിലേക്ക് മാറുന്നേ ഉള്ളൂ. അല്ല ഇപ്പൊ ഞാൻ പറയും കമ്പയർ ചെയ്യുന്ന സംഭവം നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ ഓരോ ചെയ്യുന്നത്. ആ സമയത്ത് നേരെ തിരിച്ചതിൽ മറ്റു സൈഡ് കമ്പയർ ചെയ്യും. ഇത്ര റവന്യൂ ഉണ്ട്, ഇത്ര വരുമാനം, അവര് അതിന്റെ എത്ര ഭാഗ്യം ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യില്ല. ന്യൂമറിക്കലി എല്ലായിടത്തും ഒരേപോലെ ഇവിടെയോ ഞാനിങ്ങനെ ഇതില് ഇപ്പൊ അത് മാത്രല്ല, ഇപ്പൊ നമ്മള് ഇപ്പൊ പൊതുവെ നമ്മള് ഒരു കല്യാണമായിട്ട് നമ്മള് പുതിയാപ്പിള വിലയിരുത്തലെങ്ങനെയാണ് നമ്മളെ കസ്റ്റമർ സിസ്റ്റർ കല്യാണം നമ്മൾ പുതിയാപ്പിള വിലയിരുത്തലെങ്ങനെയാണ് ഐഫോൺ കിട്ടിയോ ഐഫോൺ കിട്ടിയോ ഐഫോൺ കിട്ടിയ ചോദ്യം പൊതുവെ നമ്മളൊക്കെ കളിയാക്കും. നമ്മളൊക്കെ ഇങ്ങനൊക്കെ പറയെങ്കിലും ഒരു ഇപ്പൊ നമ്മളെ കൂടെ പഠിക്കണ ഒരു കുട്ടിന്റെ എന്തെങ്കിലും എൻഗേജ്മെന്റ് എന്തെങ്കിലും ഒരു തമാശ രൂപത്തിലെങ്കിലും നമ്മൾ ചോദിക്കും ഐഫോൺ കിട്ടിയോ. പക്ഷെ അത് നമ്മൾ സ്ഥാനത്ത് ചെന്ന് ആലോചിക്കുമ്പോ നമ്മൾ ആ സ്ഥാനത്ത് എത്തുമ്പോ നമ്മള് അത് നമുക്ക് തമാശ നമ്മൾ ഈ പറയുമ്പോ തോന്നി ചില സമയം തോന്നി ഞാൻ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. നമ്മള് ചോദിക്കുമ്പോ നമ്മള് തമാശ നമ്മള് കൺസീവ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ നമ്മള് അയാളോട് ചെയ്യുന്ന അവരെ കൺസീവ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അയാളത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. അയാളത് പറയുമ്പോ ഓക്കെ നമ്മളിത് പറഞ്ഞപ്പോ ഫണ്ണായിട്ട് ഇട്ടു പോയി. അയാളെ ലൈഫിലത് ബാധിക്കുന്നുണ്ടാവും. അയാളെ മേ ബി അയാളെ പാർട്ട്ണറെ കാണുമ്പോ പറയുന്നുണ്ടാവും അത് ഭയങ്കര ബാധിച്ചു. അത് നമ്മള് ആ ഒരു എത്രത്തോളം അതിന്റെ ആ ഒരു
പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് അതിന് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളവിടെ എത്തണം. നമ്മൾ എത്തണം. മറ്റേ ആദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മളെ വഹിക്കാത്ത ജീവിതങ്ങളൊക്കെ കെട്ടുകഥകളാണെന്നുള്ളത് അത്യാവശ്യം. ഇപ്പൊ ഈ ഒരു കല്യാണം കഴിക്കേണ്ട ഒരു സാധാരണ ഒരു ഫാമിലിപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ഉള്ള ഒരാൾക്ക് എപ്പോഴും പ്രശ്നമാണ്. കാരണം അവർക്ക് അവരെ ഫാമിലിപ്പെട്ട ആരെങ്കിലും കൊടുത്ത അത്ര ഇപ്പം നമ്മളിപ്പം നമ്മൾ മഹർ എന്ന് പറഞ്ഞു നമ്മുടെ അത്ര സ്വർണ്ണം നമ്മൾ കൊടുക്കണം. അതിൽ പെൺകുട്ടികളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ആളുകൾക്ക് അങ്ങോട്ട്, അതായത് അവര് ഈ സ്ത്രീധനം കൊടുക്കണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് പലപ്പോഴും നമ്മൾ എത്ര നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞാലും പലപ്പോഴും ആ ഒരു സെക്കൻഡറി പെണ്ണിന് കയ്യിൽ നിൽക്കാൻ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതെ, ഇത് ഒരു ആചാരങ്ങളാണ്. ഇപ്പൊ ആചാരങ്ങൾ പറയുവാണ്. ഇത് നമ്മൾ പറയുമ്പോ ഡൗറിന്റെ കേസ് വരുമ്പോ ആ ഒരു ന്യൂസ് വന്ന് ഡൗറിന്റെ പ്രശ്നം ന്യൂസ് വന്ന് നമ്മൾ പറയും കുട്ടിനെ ഈ കാലത്തും എന്നിട്ട് അപ്പുറത്ത് കല്യാണം നടത്തുന്നത് കൊണ്ടു കൊടുക്കും. അപ്പൊ ചോദിക്കും ഇഷ്ടത്തിനുണ്ട് അത് നമ്മള് കുട്ടിക്ക് കൊടുക്കല്ലേ. അപ്പൊ ഇതിന് ഫോർമാറ്റ് മാറില്ലേ ഉള്ളൂ. ഓരോ ഏരിയകൾക്ക് ഓരോ ഏരിയകൾക്ക് ഓരോ പരിപാടികളുണ്ട്. ഇപ്പം ഈ സ്വർണ്ണം കൊടുക്കുന്ന അപ്പുറത്തെ ചില ഏരിയ കോഴിക്കോട് ഏരിയകൾക്ക് അതായത് പർട്ടിക്കുലർ ഏരിയ ചൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. സംസാരം ഓരോ ഏരിയകൾക്കുള്ള പ്രത്യേകത. വണ്ടി കൊടുക്കും ഒരു രീതി, അവര് വണ്ടി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവരെ ഫാമിലി കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവരെ ഫാമിലിയിലുള്ള ഫാമിലിപ്പെട്ട ആളുകൾക്ക് ആ ഏരിയയിലുള്ള ആൾക്ക് നമ്മൾ എക്സ്ട്രാ പുതിയാപ്പിളുടെ ഭാഗത്തു നിന്ന് ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കണം. ഇങ്ങനത്തെ ഓരോ ഏരിയക്ക് ഓരോ ടേമുകളുണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോ ആളുകൾ ഉണ്ടാക്കി വെച്ചത്, അതായത് ആ ഏരിയക്കുള്ള ആളുകൾ കൊടുത്തു. ഇപ്പൊ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി ഒരു പരിപാടിയായി. അതേ പിന്നെ എന്ത് ചെയ്യും ആളുകൾ ഫോളോ ഒക്കെ ആരെങ്കിലും ഒരാൾ പൈസ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തായി എല്ലാരും അത് ഓക്ക് കിട്ടില്ല മിക്കുമാണ് ഇവരില്. അപ്പം ഇത് കൊടുക്കാൻ പറ്റാത്തവർ വരെ ഇവര് ചോദിക്കുന്ന സിറ്റുവേഷൻ വരികയാണ്. അപ്പം എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു ജനറൽ സാധനങ്ങൾ മാക്സിമം കൊണ്ടുവന്നാല് എല്ലാവർക്കും ഒരു എന്താ ചെയ്യാ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ജനറലൈസ്ഡ് ആയിട്ടുള്ള സാധനം ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആവും. അത് അങ്ങനെ ജനറലൈസ്ഡ് ആയിട്ട് കൊണ്ടുവരാനൊന്നും നടപടിയൊന്നും കേസില്ല. അത് നമ്മൾ കൺട്രോളിലുള്ള കാര്യമല്ല. ഇപ്പൊ എല്ലാ ഇൻഡിവിജ്വലിലും അതൊക്കെ അതിന്റെ ഫ്രീഡം ഉണ്ട്. ഇപ്പൊ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നി എനിക്ക് ഇങ്ങനെ എന്റെ മാരേജ് നടത്തുന്നത് അത് കംപ്ലീറ്റ് ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഈ ഓഫീസിൽ ഇമാജിൻ ചെയ്തൊരു മാരേജ് ഉണ്ടാവും, ഒരു രീതി ഉണ്ടാവും, അയാളെ ഇഷ്ടമല്ലേ. താല്പര്യമാണ്. ഇപ്പൊ ഒരു ഗേളിന് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അയാളെ മാരേജ് നടത്തുന്നത്. അത് അതിന്റെ ഒരു സൈഡിലുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അതയാൾ ചിന്തിക്കണം കേസ്. അതല്ലാതെ അപ്പോ ഇതിനൊരു സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ സൊല്യൂഷൻ എന്നുള്ളതിനേക്കാളും മനസ്സിലാക്കുക ഒരു കാര്യം ചെയ്യുമ്പോൾ ഓക്കെ എന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഇത്ര ഉണ്ട്, ഞാൻ എത്ര ഫണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാരേജ് എന്നൊക്കെ പറയുമ്പോൾ അതിന് എത്ര ഫണ്ട് വരെ ചെലവഴിക്കാം, എത്ര പെർസെന്റേജ് എന്റെ കോർപ്പസിന്റെ എന്റെ വെൽത്തിന്റെ എത്ര പെർസെന്റേജ് ചെലവഴിക്കുക എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് അതിനെ സ്പെൻഡ് ചെയ്താലൊന്നും വലിയ ബാധിക്കൊന്നുമില്ല. അത് പറഞ്ഞ പോലെ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ജീവിക്കണം. അപ്പോ ഒരാള് അത്ര കാലം സമ്പാദിച്ച അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റും ആളെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും എല്ലാം പൊളിച്ചടുക്കി അതൊന്നും ജീവിക്കണ്ടേ? അതൊരു ചോദ്യമാണ്. അയാൾ പിന്നെ ഞാൻ കേട്ട് ചില പേര് ഇത് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു കടം ഇട്ടുകൊണ്ട് ഒരു കാലം വരെ ജീവിക്കുന്നതായില്ല. ആ ഒരു സ്ട്രെസ് തലയിലെടുത്ത് വെച്ച് എങ്ങനെ ചെയ്യും അത് വിചാരിച്ച് ജീവിക്കണം. എന്തിനു വേണ്ടി? ഇതൊരു ചോദ്യമാണ്. ഈ കല്യാണത്തിന് എന്തിനാണ് ഇങ്ങനെ ഗ്രാൻഡ് ആക്കുന്നത്, അത്ര പൈസ കൂട്ടി ആൾക്കാർ സിമ്പിൾ ആയിട്ട് വേണ്ട ഒരു ഉത്തരം ഒന്നല്ലേ ഉള്ളൂ. കല്യാണം ഒന്നല്ലേ ഉള്ളൂ, ലൈഫിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ ആഘോഷിക്കട്ടെ. അപ്പോ അത് വേറെ വിഷയം അതല്ല. പക്ഷേ ഈ ഒന്നല്ലെന്നെ കൂട്ടിക്കോ, ഈ ഒരു കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് ദിവസത്തേക്ക് രണ്ടാക്കും ജീവിക്കണ്ടേ? ഈ രണ്ടാളെ കംപ്ലീറ്റ് പൈസയും പൊട്ടിച്ച് തീർന്ന് എക്സ്ട്രാ കുറച്ച് ലോണും കൂടി എടുത്ത് അതും തീർത്തിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആ കട വീട്ടാൻ ജീവിക്കണ്ടോ? ഈ പറയുമ്പോ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാൻഡ് ഒക്കെ പറയുന്ന മീനിങ്ങും പറയുന്ന ഡിഫറൻസ് കേട്ടോ. അപ്പോ ചില ചെറിയ കല്യാണങ്ങൾ പോകുമ്പോൾ കാണാം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇൻഡിവിജ്വൽ വെഡിങ്സിന്റെ കേസല്ല, ഭയങ്കര ചെറിയ ഫുഡ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, ഒരു ബിരിയാണിയോ എന്തെങ്കിലും ആരെങ്കിലും കുറച്ച് ആൾക്കാർ വിളിച്ചുണ്ടാക്കിയ കാറ്ററിംഗ് സർവീസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ വരുന്നത് എന്ത് രസം പറയാം. കല്യാണത്തിൽ ചില കല്യാണങ്ങൾ അങ്ങനെയാണ്. ചില കല്യാണത്തിൽ അങ്ങനെ ഫീൽ ചെയ്യും, അവർ ഭയങ്കര അവർക്ക് എന്തോ ഒരു തോന്നലുണ്ടാവും ഞങ്ങൾ ചെറുതാണ്, ഞങ്ങൾ മോശമാക്കി നടത്തുന്ന പരിപാടി. ചില ആൾക്കാർ അതിൽ ഭയങ്കര പ്രൗഡ് ചെയ്യണം, അവർക്ക് കഴിയുന്ന രീതിയിൽ അവർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അതാണ് ഒരു സംഭവം. പക്ഷെ അതിൽ നമ്മൾ പ്രൗഡ് ആവാം. നമ്മൾ കറന്റ് സ്റ്റേറ്റ് എന്താണോ
അത് ഒരാളോട് പറയാൻ മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുള്ളൂ. ഇത് ഓൾറെഡി നമ്മൾ സൊസൈറ്റി ജീവിക്കുന്നുണ്ട്, സൊസൈറ്റിയിലുള്ള രീതികൾ ഒബ്വിയസ്ലി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സോഷ്യൽ ജീവിതം അത് അനുഭവിച്ചേ മതിയാകും. അപ്പോൾ നമ്മൾ പഠിച്ച നമ്മളിപ്പോഴും പറഞ്ഞാണല്ലോ നമ്മളെ കേരളത്തിൽ ഇത്ര എഡ്യൂക്കേഷൻ ഉണ്ട്, ഇത്ര സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ എഡ്യൂക്കേഷനും വിവരം വിവേകം ഉണ്ട് എന്ന് പറയാലോ. നമ്മൾ ചിന്തിക്കണം, ആ സാധനങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഓക്കെ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ പറയുന്നത് ഞങ്ങൾ ചെയ്യണമെന്നുള്ളത് ചിന്തിക്കണം. അത് ആ സമയത്ത് ഇപ്പോ എപ്പോഴും പറയും നോ ആണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഒരാൾ അങ്ങനെ ഒരു സാധനം ചെയ്യണം, നോ പറയണം, പറയാനുള്ള സ്ട്രെങ്ത് കാണിക്കണം. ഇത് അത്ര എളുപ്പമല്ല. അത് എനിക്കും പറയാൻ പറ്റില്ല. ഇന്ത്യൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ കുറെ സ്ഥലത്ത് കണ്ടിട്ടുള്ളതൊക്കെ അത്ര എളുപ്പമല്ല. അത് പറയൽ അത്ര എളുപ്പമല്ല. ഇൻഡിവിജ്വലിന് പറയല് നോ ഓക്കെ എളുപ്പമല്ല, പോട്ടെ. ഇൻഡിവിജ്വലിന് മാത്രമാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇത് ഇൻഡിവിജ്വലിന്റെ കേസ് മാത്രമല്ല, ഫാമിലി പ്രസന്റ് ഇപ്പൊ ഒരു കുടുംബം, ഒരു ചെറിയൊരു ഫാമിലി, ഇപ്പൊ ഒരു വീട്ടിലൊരു അമ്മിപ്പി അവരും തീരുമാനിച്ചാലും അവരൊരു അവരെ ഞാൻ സംഭവിച്ചുള്ള അപ്പൊ അവരെ ഏട്ടൻ അനിയൻ അവര് പറയുന്നത് ചെയ്താ പറ്റില്ലട്ടോ, നമുക്ക് ഇങ്ങനെ ചെയ്യണം, അതൊക്കെ ബാധിക്കും. കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ഫാക്ടേഴ്സ് നമ്മളിപ്പോ ഇപ്പൊ എന്താ പറയാ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ഇതിപ്പോ സിറ്റുവേഷൻ ലാസ്റ്റ് നമുക്കിത് പറയാൻ പറ്റുന്നത് നമ്മളല്ല. ഇതൊക്കെ പോട്ടെ, നാളെ ചിലപ്പോ ഈ വീഡിയോ ചിലപ്പോ കുറച്ച് ആൾക്കാർ കണ്ടിട്ട് പിന്നെ നമ്മളെ കാണുമ്പോ ഒരു ചോദ്യം ഉണ്ട്, നമുക്കൊന്ന് കാണുന്ന നമ്മളിപ്പോ എല്ലാ കാര്യത്തിലും ഇപ്പൊ നമുക്ക് എല്ലാവരും മാറ്റാൻ പറ്റില്ല. നമ്മളായ ശ്രമങ്ങൾ എടുക്കുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. ഒരാളൊരു തീരുമാനത്തിൽ തന്നെ നമ്മുടെ ലൈഫ്, നമ്മൾ ഫാമിലി ആകുമ്പോൾ നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആരും പറഞ്ഞ കറക്റ്റ് അറിയില്ല, കുറെ സ്ഥലത്ത് കണ്ടിടാക്കോ നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേ അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ എല്ലാരും മാറ്റിയെടുക്കാൻ എല്ലാവരും ചെയ്യാൻ പോസിബിൾ ആയി തോന്നുന്നില്ല. പക്ഷെ മാക്സിമം എന്താ ഈ സംഭവിക്കുക നടക്കുന്ന പ്രശ്നമാകുമ്പോഴേ കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മളിനെപ്പോഴും പറയലെന്ന് തോന്നുന്നു ചില സമയങ്ങളിൽ ആ സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും, ഭയങ്കര സഫറിങ് കാര്യങ്ങൾ പോലും. നാളെ പിന്നീട് നോക്കുമ്പോ ചെയ്ത് ആ ഒരു തോന്നൽ ഉണ്ടാകുന്നു ചെയ്യുന്നു ഇപ്പോ ചെയ്യുന്ന സമയത്ത്. അപ്പോ ഇന്ന് ഈ പ്രയത്നം ഇതൊന്നും വലിയ കോംപ്ലക്സ്, ഇപ്പൊ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യുന്ന സംഭവം. പക്ഷെ അതല്ലാതെ അൾട്ടിമേറ്റ്ലി ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ എനിക്ക് ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വരും, ഞാൻ ഇടങ്ങേറാവുന്നുള്ള ബോധം ലിറ്ററലി നമുക്ക് ഉണ്ടാവും. പക്ഷെ അപ്പത്തെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു പീസ് കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അത് ഓക്കെ അടിച്ചു വിടും. പിന്നെ നമ്മൾ ലോങ് പീരീഡ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഫിനാൻഷ്യൽ ഭയങ്കര പ്രശ്നം നമ്മളെ ഏരിയയിലൊക്കെ അത് ഭയങ്കരമായിട്ട് കാണുന്നതാണ്. രണ്ട് രീതിയിലുണ്ട്. ഇപ്പോ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ, ഇപ്പൊ ഫീമെയിലിന്റെ സൈഡിൽ ആൾക്കാരുണ്ടാവും, കല്യാണ പെണ്ണും കല്യാണ ചെക്കുന്ന രീതിയിൽ. അപ്പൊ കല്യാണം ചെക്കന്റെ കേസിന് ഇങ്ങനെ പരിപാടികൾ നടത്തുന്നുണ്ട്. പെണ്ണിന്റെ കേസിന് വേറൊരു സൈഡ് ഉണ്ട്, ഈ ഗോൾഡിന്റെ സംഭവം. അത് ഭീകരമാണ്, ചിന്തിക്കുന്ന പോലെ ഒന്നല്ല. ഒരു ലിറ്ററൽ ഫാമിലി ഇല്ലാണ്ടാക്കാൻ ഒറ്റ സംഭവം നമ്മൾ അതിന്റെ പ്രയത്നം ഭയാനക്കാണ്. അതിന് ഒറ്റ വേർഡാണ് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ പറയാം, കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അല്ല നമ്മള് അതിനൊക്കെ ശരിക്കുള്ള ഭയങ്കര ക്വാളിറ്റി ആയിട്ട് കൊടുക്കണ്ട. ശക്തി കൊടുക്കുന്ന മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ. ആ കുട്ടി പഠിച്ച് അവർക്ക് ജോലിയിൽ നിന്ന് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുക. കാരണം അതൊരു ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് അതിൽ ലെവറേജ് കിട്ടും. ഇത് കൊടുക്കണതിന്റെ കല്യാണത്തിന് കൊടുക്കണതിന്റെ പൗതി പോലും കണ്ടില്ല. സത്യം പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. ഇൻവെസ്റ്റ്മെന്റ് ആകും, ലെവറേജ് ഉണ്ടാവും. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് കോമ്പൗണ്ട് ചെയ്ത് വരുന്നു എന്നുള്ളത്. പക്ഷേ ഈ കാലത്ത് ഇപ്പം എഡ്യൂക്കേഷനൊക്കെ മാർക്കറ്റില്, കല്യാണ മാർക്കറ്റിലൊന്നും കൊണ്ടു നിൽക്കാനുള്ള അല്ല അത് ഈ ടോപ്പിലേക്ക് വരുമ്പോ ഇപ്പൊ ചെറിയ രീതിയിൽ കംപ്ലീറ്റ്ലി അല്ല ഇപ്പൊ ഇതിൽ വന്നപ്പോ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ പൊതുവെ വരുന്നതാണ്. ഇപ്പൊ എത്ര അറിയില്ല, PSC കാർക്ക് ഗവൺമെന്റ് ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട് കാറ്റഗറിയിലേക്ക് പുതിയൊരു ടീമും കൂടി വന്നു, കാനഡ, യൂറോപ്പ്. അപ്പൊ ഇപ്പൊ ഈ കല്യാണത്തില് പല ഇപ്പൊ എന്താ പറയാ നമ്മളിപ്പോ കല്യാണത്തിന്റെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫാമിലി, ഇപ്പൊ പൊതുവെ നമ്മളെ കല്യാണം നടക്കുമ്പോൾ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലെ പരിപാടികൾ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് കല്യാണം, എൻഗേജ്മെന്റ്, അതുപോലെ തന്നെ കല്യാണം, പിന്നെ നമ്മുടെ സൽക്കാരം, രണ്ടാമത്തെ സൽക്കാരം. ഈ ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ
ഒരു മാസം ഫുൾ എക്സ്പെൻസ് ആണ്, എല്ലാം കൊണ്ട് എക്സ്പെൻസ് ആണ്. ഓരോ സൽക്കാരം ഓരോ എല്ലാവർക്കും ചുറ്റും എല്ലാവർക്കും ഒരു എക്സ്പെൻസ് ആണ് ഈ സംഭവം. അപ്പം ഇത് ഇപ്പോ അങ്ങനെ ആ ഒരു പ്രായത്തിലേക്ക് ഒരു ചെക്കൻ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഫാമിലി എത്തുമ്പോൾ അവർക്ക് ടെൻഷനാണ്, പിന്നെ ടെൻഷനാണ് ഇതെങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പൊതുവെ സംഭവിക്കുന്ന നമ്മുടെ ആളുകൾ നമ്മളൊരു മലബാർ ഏരിയ ചെയ്യാൻ ജോലിയുള്ള ജോലി പോകും, പക്ഷെ അപ്പുറത്തേക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗൾഫിൽ പോകും, കല്യാണം കഴിക്കാൻ വേണ്ടി ഗൾഫിൽ പോകും, എന്നിട്ട് കല്യാണം കഴിയാണ്ട് ഗൾഫിൽ പോകും. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇതൊക്കെ റിയാലിറ്റികളാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. കുറെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇത് ഇപ്പോ ഈ കല്യാണത്തിന് കേസ് പറഞ്ഞോണ്ട് ഇങ്ങനെ തോന്നിയതാണ്. നമ്മൾ ഈ കല്യാണം നല്ല ബേസിക്, അതിന്റെ ബേസിക് ഇത്രയാണല്ലോ, രണ്ട് ഇൻഡിവിജ്വൽസ് കല്യാണം കഴിക്കുന്നു, അവര് ജീവിതത്തിൽ ഒപ്പം ജീവിക്കുന്ന പാർട്ട്നേഴ്സ് ആവുന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുക അതിന് ഫാക്ടർ ആണ് ആ ഫാമിലി എന്നുള്ളത് പോലും പലപ്പോഴും സംഭവിക്കുക. ഫാമിലീസ് നോക്കും, ബാക്ക്ഗ്രൗണ്ട് നോക്കും, അവരത് നോക്കും. പക്ഷെ ഈ ഇൻഡിവിജ്വൽസിന് ഓക്കെയാണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ പല എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല ശരിയാണ്. ഇപ്പൊ ലിറ്ററലി മലബാർ ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ ചിന്തിക്കൂല. അത് ശരിക്കും അയാൾക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. ഇത് ആരാണത്, ഇവരാണ് ചോദിച്ചു. അതാണ് അവസ്ഥ. അപ്പൊ ഈ മലബാർ നമ്മളെ ഏരിയയിലൊക്കെ മലബാർ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാല് ഈ പിന്നെ നിക്കാഹ് കഴിഞ്ഞാൽ പോലും പിന്നെ ഇവരെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ അടുത്ത എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാൻ പോട്ടെ, വെറുതെ ഒരു ദിവസം രാവിലെ ബീച്ച് പോയി അത്ര പോലും വിടാത്ത ആൾക്കാരുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ നമ്മള് കുറെ കാണുന്ന സംഭവങ്ങളൊക്കെ വിചാരിച്ച് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങളൊന്ന് ഈ രണ്ട് ഫാമിലി കണ്ട്, ഓക്കെ ഈ രണ്ട് ഫാമിലികൾക്ക് ഒരു കുഴപ്പമില്ല, ഒക്കെ സെറ്റാണ്, ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് സെറ്റാണ്, എല്ലാം ഓക്കെയാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റാണ്. അങ്ങനെ ഈ രണ്ട് ഇൻഡിവിജ്വൽസ് കല്യാണം കഴിച്ച് പിന്നെ എൻഗേജ്മെന്റിന് ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് തന്നെ കൂട്ടിക്കും, ഒക്കെ കഴിഞ്ഞ് ഇവര് കോണ്ടാക്ടും ചെയ്തില്ല. കോണ്ടാക്ട് മീൻസ് ഫോൺ ത്രൂ ഉള്ള കോണ്ടാക്ട്സ് ഉണ്ട്, അത് എത്രത്തോളം ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള നമുക്കറിയാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒബ്വിയസ്ലി എല്ലാവർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും. ഇപ്പൊ എന്റെ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് യാതൊരു വിധ നീതി പുലർത്താത്ത ഒരു പാർട്ട്ണറാണ് കിട്ടിയെന്ന് വെച്ചാല് ജീവിതം ഇല്ല. പിന്നെ വേറൊരു സാധനമാണ് പിന്നെ അത് ചെയ്തോളാം, ഡിഫറെന്റ് ടോപ്പിക്കാണ്, അത് വേറെ ലീഗാണ്. ലൈക് നമ്മുടെ മാമൂലുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു സാധനം പറഞ്ഞ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വേറെ തന്നെ ഡിബേറ്റ് ആണ്. നമ്മൾ കുറെ മനസ്സിലാക്കി കഴിഞ്ഞ് കെട്ടിയതിനു ശേഷം പിരിയുന്നില്ല എന്നുള്ള ചോദ്യം അത് വേറെ ലീഗാണ്. അല്ല ഇതും പറയാം, പൈസ ചെലവാക്കണ മാത്രല്ലല്ലോ മാമൂലി, ഇതും ഒരു നാട്ടുകാർപ്പാണല്ലോ. ഈ രണ്ട് പിന്നെ ഈ നാട്ടുകാർപ്പാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് പുറത്ത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, നമ്മൾ കേട്ടറിഞ്ഞിടത്തോളം പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാല് ഇവര് 18 വയസ്സ് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും ഇൻഡിപെൻഡന്റ് ആണ്. ഇവർക്കുള്ള പാർട്ട്നേഴ്സിന് ഇവരാ കണ്ടെത്തണേ. നമ്മളെ നാട്ടിലെ കസ്റ്റം, ഈ കസ്റ്റത്തിന്റെ വേറെ പേരാണല്ലോ മാമൂലി. അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ നമ്മളെ നാട്ടിലെ ഇൻഡിവിജ്വൽസിന് സ്വന്തം പാർട്ട്ണറെ കണ്ടെത്താനുള്ള അവകാശമില്ല, ഫാമിലി കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ്. അതും ചേഞ്ചസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ ആൾക്കാർക്ക് ഇന്റേണലൊക്കെ അറിയാം നല്ലത്, ഇതാണ് നല്ലത്, പക്ഷെ അത് അവരെ എക്സ്പ്രസ് ചെയ്യില്ല. ഇങ്ങനെയാണ് എല്ലാരും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഉണ്ടാവും. പക്ഷെ ഇന്റേണലി എനിക്ക് തോന്നിയില്ല എപ്പോഴും അങ്ങനെ കേട്ടോ. ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇന്റേണലി അവരുടെ അത് ഉണ്ട്, പക്ഷെ ഒരു പോയിന്റിൽ അവർ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്ത് പോകും. അവരെ എങ്ങനെയെങ്കിലും ഒക്കെ മറ്റേ പറഞ്ഞാൽ ഇല്ലാണ്ടാക്കണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ അടിച്ചത് എങ്ങനെ ഇല്ലാണ്ടാക്കും സാധനം പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുന്ന പോയിന്റിൽ അവര് അതൊക്കെയാണ് ശരി, എന്നാലും നമ്മുടെ കേസിലേക്ക് വരുമ്പോ അതൊക്കെ ശരിയാണ് എന്നുള്ള പോലെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അത് നമ്മുടെ ഇടയിൽ അത് ഇങ്ങനെ ഈ ദിവസം മാത്രം തുടങ്ങുന്നില്ലല്ലോ. അപ്പൊ ഈ സെപ്പറേഷൻ ഒരു ഡിഫറെന്റ് ജെൻഡേഴ്സിലുള്ള ആൾക്കാർ സംസാരിക്കണം എന്നുള്ളത് സോഷ്യലി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം ചെറിയ തുടങ്ങുന്ന സംഭവമാണ്. ഇപ്പോൾ പല സംഭവങ്ങളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ചില ട്രോമകൾ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംസാരങ്ങൾ, ഇപ്പോൾ ഗേൾസിൻ്റെ ഇടയിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇല്ലായ്മ ഉണ്ട്. ആ ക്ലാസ്സിൽ നമുക്ക് മേ ബി പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ
അടി കിട്ടി, ഇപ്പൊ 3-4 അടി കിട്ടി വിചാരിച്ചോ, എന്ത് ചെയ്തതിന് അടി കിട്ടും, ക്ലാസ്സിൽ സംസാരിച്ച് അടി കിട്ടി, നമുക്ക് അത്ര എഫക്ട് വരും. അതൊന്ന് പിടിച്ചു നോക്കിയേ, അപമാനം ആരുമല്ലേ അപമാനം. പിന്നെ 3-4 ദിവസം ക്ലാസ് തെറ്റ് ചെയ്താണ് ഇപ്പൊ എത്രത്തോളം ആൾക്കാർക്ക് ഇപ്പത്തെ എനിക്ക് അന്നത്തെ കാലത്ത് ഭയങ്കര അന്നത്തെ ടീച്ചേഴ്സിന്റെ ട്രോമയ്ക്ക് ആയിരിക്കും. ഇന്നും ഇപ്പൊ നമ്മളൊക്കെ കോളേജിൽ കണക്ട് ചെയ്ത സമയത്ത് ഞാൻ മെയ്യാനോടെ പറഞ്ഞു തോന്നുന്നു, ഗേൾസിനോട് സംസാരിക്കാൻ നമുക്ക് ഞാൻ കോളേജിൽ കുറെ കൂടി ഇത് നോർമലൈസ് ആയിരുന്നു. മൂത്തൊരു സംസാരിക്കൂല ലിറ്ററലി. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം പിന്നെ ഓക്കെ ആ ചില നമ്മൾ പഠിച്ചു, നമ്മളും വളർന്നു, ആസ് എ പേഴ്സൺ നമ്മൾ വളർന്നു. ഒരു പോലെ നമുക്ക് തോന്നി ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ സിറ്റുവേഷൻ, കാരണം ഇങ്ങനെ തോന്നാനുള്ള റീസൺ ഇങ്ങനെ ട്രോമ ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെയാണ് ഇതൊക്കെ എന്റെ അഭിപ്രായത്തിൽ റെഡി ആയി വന്നത്. പിന്നെ നമ്മളെ ഫ്രണ്ട് സർക്കിളിലെ ഗേൾസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ്, അവരും ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ഓക്ക്വേർഡ് 4 വർഷം തോന്നിയിട്ട് അവർ ആ ഇനിഷ്യേറ്റീവ് ഇട്ടിട്ട് അവർ സംസാരിച്ചു. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഇന്ന് ഓപ്പോസിറ്റ് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാറില്ല സംസാരിക്കും. മാമൂലിനെ തുടങ്ങിയിട്ട് നമ്മള് കൊറേ ഇതിൽ തന്നെ വേറെ ടോപ്പിക്കാണ്. ഇപ്പൊ പൊതുവെ എല്ലാവരും സോഷ്യലിന്റെ കണ്ണുണ്ടാവും. കല്യാണം മറ്റേ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവും നാട്ടിലൊക്കെ, ഏത് ചെങ്ങായിലോ ആപ്പയാണെങ്കിലും കല്യാണം മുടക്കിയ ഇതിനൊരു പാട്ട് അടുത്തൊരു വീഡിയോ അറിയാൻ. ഇപ്പൊ ഞാൻ ഈ സംഭവം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സിറ്റികളിൽ അത്ര സംഭവം, പക്ഷെ നാട്ടുകളിൽ ഈ സംഭവം ഭയങ്കരമായിട്ട് പോകും. എനിക്കൊന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാ തോന്നുന്നത്. അതായത് ഇത് സംഭവം നടക്കുക വെച്ചാൽ നമ്മൾ കല്യാണ രൂപത്തിൽ വരികയെന്ന് വെച്ചാൽ കല്യാണം വരും, അപ്പൊ ഇതിൽ അന്വേഷിക്കും, നാട്ടു നടപ്പാണ് അങ്ങനത്തെ ആളെന്നൊക്കെ അന്വേഷിക്കുക അവരുടെ പാട്ടൊക്കെ. ഇത് കുറച്ച് കാരണന്മാരുണ്ടാവും നാട്ടിൽ. അത് നമുക്ക് കർണാടകമായിരിക്കും, നമ്മുടെ കുടുംബക്കാരായിരിക്കും, നമ്മൾ ആരും ആയിക്കോട്ടെ. ഇവരുടെ അടുത്ത് അന്വേഷണം തീരാം. ഓക്കെ അപ്പം ഒരു ഇങ്ങനെ അങ്ങനെ പറയാം, കുറ്റൊന്നും പറയില്ല, ശരിക്കും അന്വേഷിച്ച് കിട്ടുമെന്ന് പറയാം. കഴിഞ്ഞ് ഇത്ര ബന്ധമാവും. എന്നിട്ട് അപ്പം ഈ സംഭവത്തിൽ കുറെ പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് ഒന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആളുകൾക്ക് സംഭവിക്കും ഈ ഷൊക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഭയങ്കര പ്രശ്നക്കാരനാണെങ്കിൽ എന്തൊന്നും പറയില്ല, ഞാൻ ഓട്ടറിഞ്ഞാൽ വന്ന് തല്ലിപ്പോവും. ഓൾക്കാർ ആ പേരുണ്ട്. ഒന്നും ചെയ്യാത്ത ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതുണ്ട്. ഈ ആളുകൾ ഒരു മനസ്സ് അതൊക്കെ കുറെ അന്വേഷിക്കുന്ന ആൾക്കാർ ഞാൻ സോഴ്സ് കടത്താൻ നോക്കാന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതില് ഇപ്പൊ ആക്രമിക്കുക, ഒരു ഒഫൻസീവ് മോഡ് എടുക്കാറ് ഭയങ്കര മോശമാണ്. ഇപ്പൊ ഒരാള് പറഞ്ഞു അപ്പൊ ചിന്തിക്കേണ്ടത് എന്റെ ഒക്കെ ഒരു ഐഡിയ അനുസരിച്ച് ഒരാളെ സംസാരിക്കും, അയാൾ കറക്റ്റ് അല്ല, ഒത്തന്റിക് അല്ലാത്ത ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അയാളുടെ ഡിഗ്നിറ്റി, അയാളെ അക്രമം ഭയങ്കര എന്ന് പറഞ്ഞത് ഒറ്റയടിക്ക് തള്ളാൻ പറ്റില്ല. ചിലപ്പോ ഈ തല്ലം ആ തല്ലിയ വീഡിയോ എത്രത്തോളം ലെജിറ്റ് ആണെന്ന് അറിയില്ല. ആണെങ്കിൽ പക്ഷെ ഇപ്പൊ അടുത്ത് വന്നത് തോന്നുന്നു ആണെങ്കിൽ തന്നെ ഇപ്പൊ ആള് തന്നെ കൂട്ടിക്കോ, ഈ പറഞ്ഞ ഇൻഡിവിജ്വലില് വന്ന കല്യാണങ്ങളൊക്കെ ഇയാൾ മുടക്കില്ലെങ്കിലും ആളൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ ഒരു മാനസികാവസ്ഥ സമയത്ത് ആലോചിക്കോ തല്ലിനപ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്യാനല്ലേ പക്ഷെ ഇതിലിപ്പോ ഇപ്പോ ഇമ്പോസിനേഷനോ അങ്ങനെ എന്തെങ്കിലും ഇത് തന്നെ പൊതുവെ ഈ സംഭവം നാട്ടിൽ ഇതിൽ ഇൻക്ലൂഡ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ മറ്റേ ഈ ആളുകൾ നമ്മളെ അറിയുന്ന ആളുകൾ നമ്മളെ കല്യാണം പൊതുവെ സംഭവിക്കാതെ ഈ പൊതുവെ ആളുകൾ സംഭവിക്കുന്ന വെച്ചാൽ അന്വേഷിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ നാട്ടിൽ വലിയ പ്രമാണങ്ങൾ ആളുകളാവാം. പക്ഷെ ഇവര് വ്യക്തിവൈകാരം കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ മനസ്സുകൊണ്ടോ അത് കല്യാണം വെറുതെ പറയും, ഒരു കാര്യം പറയും. അപ്പം ഈ ഒരു സംഭവം പൊതുവെ നാട്ടിൽ നടക്കുന്ന പരിപാടി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ സംഭവം ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ അടുത്ത് ഈ ഫ്ലക്സിന്റെ ഫോട്ടോസ് കുറെ വൈറലാവാറുണ്ട്. ഇവിടെ അടുത്ത് ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച നിന്നിട്ടുണ്ടായിരുന്നു, ഫ്ലക്സ് വെച്ചാണ് നിൽക്കുന്നത് പള്ളി മുമ്പിൽ. അവർക്ക് ആരാളോ, പക്ഷെ ഇവര് ഒന്നും പറയാത്ത ഇനി നിർത്തിക്കോട്ടെ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ സംഭവം കൂടി നടക്കുന്നുണ്ട് എന്നൊരു സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്താണ്. അതൊരു ഹെൽപ്പ് അതൊരു ഹെൽപ്പാണ്. അത് അല്ലേ വേറൊരു വേറൊരു ആർഗ്യുമെന്റ് ആണ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്.
ഞാൻ മനസ്സിലാക്കുന്ന കുറെ കൂടെയൊക്കെ ആ സോഴ്സ് ചെക്ക് ചെയ്യുന്ന ആളെന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ നമ്മളെ കയ്യിലുള്ള കാര്യമല്ല, ഒരാളോട് ചോദിക്കുന്നില്ല നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. തൽക്കാലം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വിടാം, വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചുതരാം. അപ്പോ നമ്മൾ പണ്ട് നല്ല സിനിമകളിലും കുറെ സീരീസുകളിലൊക്കെ കണ്ട സംഭവമുണ്ട്. പിന്നെ ഒരു ലിറ്ററൽ ക്ലീശ പരിപാടി, കല്യാണാലോചിക്കാൻ പോയിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ കാരണന്മാരിങ്ങനെ ആ ഒരു സീനാണല്ലോ. ഒരു കല്യാണാലോചന എന്ന് പറയുമ്പോൾ ഒരു ക്ലീശ സീൻ നമ്മുടെ മനസ്സിൽ വരിക, ഒരു സോഫയിൽ ഇങ്ങനെ രണ്ട് കാരണന്മാരിരിക്കുന്നു, ചെക്കൻ ഇരിക്കുന്നു, നടുവിൽ കുറച്ച് അടിച്ചോ വണ്ടി കുറച്ച് പലഹാരങ്ങളുണ്ട്, ഒരു ചായ വെള്ളം എന്താ കൊണ്ടുവച്ച്. പിന്നെ അടുത്തൊരു ചോദ്യം, നിങ്ങളെ മോൾക്ക് എന്ത് കൊടുക്കും? മോൾക്ക് എത്ര അപ്പൊ സിനിമ ആ ഒരു സീന് സിനിമകളിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഡൗരി നമ്മുടെ നാട്ടിൽ നിരോധിച്ചാണ്. ഞാൻ പറഞ്ഞ ഈ സീനിൽ ഇതേപോലെ ഒരു സീൻ, ഏത് പടത്തിലും എനിക്കറിയില്ല, ഞാൻ കണ്ടത് ക്ലിപ്പ്. അതില് ഇതേപോലെ ഒരാൾ ഇരുന്നാണ്ട് കാരണം കുട്ടിക്ക് തരാം അപ്പൊ വേണ്ട ഡയലോഗ്, തിരിച്ചെടുക്കുന്ന ഡയലോഗ്, അതാണ് ശരിക്കും വേണ്ട ഡയലോഗ്. തിരിച്ചു പോകാനുള്ള സമയം മാത്രം അതാണ് അതിന്റെ എക്സാക്ട് ആ പടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ കണ്ട ക്ലിപ്പ് കണ്ടാൽ എനിക്ക് ഓർമ്മയുണ്ട്, അതാണ് അതിന്റെ കറക്റ്റ് മറുപടി. ഇപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇത് മോശമാണെന്നുള്ള സംഭവം അറിഞ്ഞുകൊണ്ട് ഇല്ലീഗലാണെന്നുണ്ട്. ഇല്ലീഗലായിട്ട് ചെയ്യാൻ വിചാരിച്ചാൽ പോലും ഒരു രാവിലെ അത് ഓക്കെ അല്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താ വെച്ചാൽ വേറെ ഫോർമാറ്റുകൾ, വേറെ രീതികളാണ്. എന്റെ മോന് ഇത്രയും കൊടുത്തിരുന്നത്, എന്റെ മോൾക്ക് ഇത്ര ഇങ്ങനെ പരിപാടി ഉണ്ട്. അതായത് ഞാൻ കണ്ടെടുത്തോളം ഇപ്പം ഈ ഫസ്റ്റ് മോളെ കല്യാണ സമയത്ത് ഇപ്പൊ ഭയങ്കര സാമ്പത്തിക ആളായിരിക്കും, അപ്പൊ 100 പവൻ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഉദാഹരണം. രണ്ടാമത്തെ മോൾക്കാവുമ്പോ ഇപ്പം സാമ്പത്തിക സിറ്റുവേഷൻ മാറല്ലോ, സിറ്റുവേഷൻ മാറാം. എന്നിട്ട് ഇതെന്താ സംഭവിക്കുന്നുണ്ട്, എന്നിട്ട് ഈ കല്യാണം ബ്രോക്കേഴ്സാണ് കല്യാണം നമ്മുടെ നാട്ടിൽ. ഇവിടെ ഈ എത്ര നമ്മളെ ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സെ കൊണ്ടുവരും. ഇവര് പറഞ്ഞു വിടും, ഇത് നേരിട്ട് പറയില്ല, പറഞ്ഞു വിടും. മൂത്തോൾക്ക് ഇത്ര കൊടുത്തില്ലേ, രണ്ടാമത്തെ എത്ര കൊടുക്കും, ഇതാ സംഭവിക്കുന്നത്. അല്ല കിട്ടിയതിന്റെ എത്ര പെർസെന്റേജ് ആണ് അതൊരു പാട്ടാണ്. നമ്മളീ പറഞ്ഞ് എന്റെ ടേംസ് എന്ത് യൂസ് ചെയ്തത് ഒരു കമോഡിറ്റി സെയിൽ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാരോട് ഞാൻ എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ, ഇത് ഒരു കമോഡിറ്റി ആണോ സെയിൽ ചെയ്യുന്നത് ബേസിക്കലി ആരും ചിന്തിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളും മനുഷ്യരാണ്, ആ കല്യാണം കഴിക്കുന്ന ആൾക്കാരും മനുഷ്യരാണ്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയാലും അല്ലെങ്കിൽ അങ്ങോട്ട് ഒരാൾ പെൺകുട്ടി കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും എല്ലാവരും മനുഷ്യരാണ്. ഒരു കമോഡിറ്റി ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആ ലൈഫ് അത്ര സുഖമായിരിക്കും, അത്ര രസമുള്ള ഏർപ്പാടായിരിക്കും. എടുത്തോ ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യത്തെ കുട്ടിക്ക് 100 കൊടുത്ത് കെട്ടിച്ചെന്ന് കൂട്ടിക്കോ, ആ കുട്ടീനെ എല്ലാവർക്കും 5 കൊല്ലം മുമ്പ് കഴിഞ്ഞേ 5 കൊല്ലം മുമ്പ് 100 പവൻ സ്വർണ്ണത്തിന്റെ വില എത്ര? 100 പവൻ സ്വർണ്ണത്തിന്റെ ഞാൻ നമ്മൾ ഈ രീതിയിൽ തുടങ്ങിയ പറഞ്ഞ കോൺസെപ്റ്റ് ഗെയിം ഓഫ് നമ്പേഴ്സ് എല്ലാവർക്കും ഇവിടെയോ ഇങ്ങനെ പക്ഷെ ഈ കസ്റ്റംസ് ഈ കല്യാണത്തിന്റെ ഈ ഒരു കല്യാണം എന്നുള്ള ഒരു പോയിന്റ് മാത്രം ഒന്നുമില്ല, അവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ സൽക്കാരം, മറ്റേ പ്രസവം, കുട്ടിന്റെ ലോണ് ഇത് പറഞ്ഞിട്ട് കസ്റ്റംസിന് ഒരു കയ്യും ഇപ്പോ ഈ കസ്റ്റംസിന് സിൽ പറഞ്ഞ പോലെ കസ്റ്റം സാധനം പറയുമ്പോ അതിൽ വെട്ട സാധനമാണ്. ഇത്ര ആദരണം. ഇപ്പോ ഒരാള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ വയറ് കാണാൻ പോവാ, ചില സമയത്ത് ഞാൻ ചിലപ്പോ ഫാമിലി ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവില്ല. മേ ബി അതൊരു ഇതിന് വേറൊരു സൈഡ് ഉള്ളത്. ഇപ്പൊ ഇത് ഓക്കെ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു രസമുള്ള ഏർപ്പാടുള്ള ഒരാള് ഇരിക്കുക, അയാളെ വിസിറ്റ് ചെയ്യുക, അറിയുക, സന്തോഷം അറിയുക, അത് നല്ല രസമുള്ള ഏർപ്പാടാണ്. പക്ഷെ ഇതിലൊക്കെ ഒരു ന്യൂമറിക്കൽ സാധനങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത്ര പഴം കൊണ്ടുപോകണം, ഇത്ര സാധനങ്ങൾ ബേക്കറി കൊണ്ടുപോകണം, ബേക്കറി ഹെൽത്തിലത്ര സാധനം, ചോറ് കുത്തി ഈ സാധനമൊക്കെ പാക്കാക്കി എല്ലാ കയ്യിലും കൊണ്ടുവരുന്നു. അവിടെയാണ് പ്രശ്നം. ഇതിന്റെ പ്രതി പോണതൊരു നല്ല ആൾക്കാരെ കാണുന്നത്. ഇതിന് ബാക്കി സാധനങ്ങൾ
എക്സ്പെൻസ് മാത്രല്ല അതിന്റെ കൂടെ വരുന്ന കുറെ എന്താ പറയാ മാമൂലികൾ. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ മുടിയാഴ്ചന് മുടികളി, അതായത് നമ്മുടെ കുട്ടി ജനിച്ച ഫംഗ്ഷൻ അതില് ചെയ്തതാണ് ഇപ്പം ഫാമിലി വിട്ട ആളുടെ സ്വർണ്ണം. എന്നിട്ട് തിരിച്ച് രസം തരും. ഇപ്പൊ ഇട്ടിട്ട് 5 വർഷം മുമ്പ് സ്വർണ്ണാക്കാൻ അപ്പൊ അവര് നമുക്ക് തിരിച്ചു കൊടുക്കണം, മക്കളുണ്ടാകും നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ അന്ന് ഈ പവന് ആലോചിക്കുമ്പോ അത് വലിയ എമൗണ്ട്. ഈ നേരത്തെ പറഞ്ഞ അതേ നമ്പർ ഗെയിം ആണ് ഇതൊക്കെ ഇതിന്റെ പാട്ടാണ്. ആൾക്കാർ ഇവന്റുകളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. ഓക്കെ, പുതിയ ഫാമിലി പുതിയ ഒരാള് വരികയാണ്, അപ്പൊ അത് മുന്നിൽ പരിചയപ്പെടുക, അങ്ങനെ ആള് സംബന്ധിച്ച് ചിലപ്പോ തന്നെ ഞാൻ തന്നെ ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മളെ ഫാമിലി കാര്യങ്ങളൊക്കെ കുട്ടിയില്ലാന്ന് പറയുമ്പോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക. നമ്മളെ ഫാമിലി ഇങ്ങനെ പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട്, അത് മനസ്സിലാവും. രസമുള്ള ഏർപ്പാടാണ്. പക്ഷെ അത് കുറെ കൂടി അപ്പൊ കയ്യിന്ന് പോയി, അതിന് ക്രൗഡ് കൂടി, അതിന്റെ മീനിങ് നഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു ആകെയുള്ള സൊല്യൂഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പരിപാടി നടത്താതൊക്കെ അല്ലെങ്കിൽ ആൾക്കാർ അവരെ ആവുന്നല്ല, ആളുകൾ ഇൻഫ്ലേഷനെ പറ്റിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇൻഫ്ലേഷനെ പറ്റി പഠിച്ചിട്ട് അന്ന് കണ്ടത് അതിന്റെ ഇത്ര പെർസെന്റേജ് വൈസ് ഒക്കെ ആളുകൾ പെർസെന്റേജ് വൈസ് ആളുകൾ ഇതിനെ നോക്കി കാണാൻ ചില സമയങ്ങളിൽ ഞങ്ങള് ബുക്ക് വായിച്ചു, എന്തെങ്കിലും വായിച്ചത് ഫിലോസഫി ഒക്കെ ഇവിടെ പറയുമ്പോ ആരോ പറഞ്ഞില്ല, ചില സമയത്ത് നല്ല ബുക്ക് വായിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് എന്നോട് തിരിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ ഇവിടെ പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, ഇവിടെ പറഞ്ഞ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് തിരിച്ചു പറഞ്ഞു. ചില സമയങ്ങളിൽ ഭയങ്കര ഒത്തന്റിക് സാധനം. അപ്പൊ ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നമ്മൾ ഇന്റലിജൻസ് അല്ല പോലത്തെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ആ ഇമോഷണൽ ഇന്റലിജൻസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ശരിക്കത്തെ എക്സാക്ട് ഇന്റലിജൻസ് ബിൽഡ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമോഷണൽ ഇന്റലിജൻസിന് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവിടെ പിടിച്ച് തലപ്പ്. നമ്മൾ എത്ര വലിയ പൊസിഷൻസിലോ ചിലതാണ് പറയണം, ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യും, എഞ്ചിനീയേഴ്സ് ഇങ്ങനെ ചെയ്യും, അവിടെ ബാധകല്ല. ആളായിരിക്കും, പക്ഷെ അവർ ഇമോഷണൽ അത്ര ഇന്റലിജന്റ് അല്ല എന്നുള്ള സംഭവമാണ്. അത് ബിൽഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇതിന് ഒരു പറഞ്ഞ പോലെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്പർ ചില സമയത്ത് അതോട് നോക്കുള്ളൂ. അപ്പൊ നമ്മളെ ഇമോഷൻസ് അതേ മനസ്സിലാവുള്ളൂ. ആളുകളെ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻഫ്ലേഷനെ പറ്റി ബോധവാന്മാരാണ്. നമ്മള് എപ്പോഴും പറഞ്ഞു വന്ന അവസാനിപ്പിക്കുന്ന ഒരു വേർഡ്, എന്ത് സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ സംസാരിച്ച അവസാനത്തിന് വേർഡ് ഇതൊന്നും മാറാൻ പോകില്ല, ഞമ്മൾക്കുള്ള അതിൽ അവസരം ഞാൻ എനിക്ക് താല്പര്യമില്ല. നമ്മള് കാര്യം പറഞ്ഞു, നമുക്ക് ഐഡിയ നമ്മളെ താല്പര്യങ്ങൾ വിഷയം പറയാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ. ഇത് മാറണം എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പം ആരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ട് എല്ലാവരും എന്തെങ്കിലും ക്ഷമിക്കുക, എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പം അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മൾ മലപ്പുറം പറഞ്ഞതല്ല. അപ്പൊ അങ്ങനത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അവസാനിപ്പിക്കുമ്പോ ജസ്റ്റ് ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സാധനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ആവാൻ ശ്രമിക്കുക. നമുക്ക് പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. താങ്ക് യു. That's it. Bye. Bye.